السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد. ബഹുമാന്യരായ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദീപമായി സത്യാസത്യ വിവേചനങ്ങൾക്ക് വേണ്ടി ലോകർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. അവതരിപ്പിക്കപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ന്യൂനതകൾ കണ്ടെത്തിയിട്ടില്ലാത്ത, അതിനുവേണ്ടി പരിശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന, അന്യൂനമായ, എല്ലാ നിലക്കും ദൈവികമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അനേകായിരം ഹൃദയങ്ങളിൽ വെള്ളിവെളിച്ചം നൽകിയിട്ടുണ്ട്, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പരുഷഹൃദയനായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ഖുർആനായിരുന്നു പരിവർത്തനമുണ്ടാക്കിയതും ഏറ്റവും ഉദാത്ത മാനുഷിക അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയതും പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഖുർആനിലൂടെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ, പ്രത്യേകിച്ച് ഖുർആൻ വിമർശകർ, എങ്ങനെയൊക്കെ ഖുർആനിനെ പൊതുജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാമെന്നും ഖുർആൻ ദൈവികമല്ല, അത് കേവലം മനുഷ്യ സൃഷ്ടിയാണ് എന്നുള്ള നിലക്കുള്ള ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ധാരാളം ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരത്തിനു ശേഷം പരമാവധി ചില ആയത്തുകൾ, അതല്ലെങ്കിൽ ചില ഹദീസുകൾ, പ്രവാചക വചനങ്ങൾ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇല്ലാത്ത അർത്ഥം പറഞ്ഞ് ഖുർആൻ ശാസ്ത്രത്തിനെതിരാണ്, ഖുർആൻ മാനവികതയ്ക്കെതിരാണ്, ഖുർആൻ മനുഷ്യൻ്റെ യുക്തിബോധത്തിനെതിരാണ് എന്നൊക്കെ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിമർശനങ്ങളെ ഏറ്റവും നല്ല നിലക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളിലുള്ള ശരിതെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് വേർതിരിച്ച് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു മനുഷ്യൻ യഥാർത്ഥ സത്യാന്വേഷിയാകുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് പരാമർശങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുകയും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയും ഒരു തരം വ്യാഖ്യാനം നടത്തുകയും ചെയ്ത് ഖുർആനിനെ അപഹസിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളെ, വിശിഷ്യ യുക്തിവാദം കൂടുതലായി പ്രചരിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ഒരുപാട് വിമർശനങ്ങളിൽ, ആരോപണങ്ങളിൽ ഒരു ആരോപണത്തെപ്പറ്റിയുള്ള വസ്തുനിഷ്ഠമായ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 3 ആയത്തുകളിൽ സൂറത്തുൽ ബഖറ 233, സൂറത്തുൽ അഹ്ഖാഫിലെ 15, സൂറത്തുൽ ലുഖ്മാനിലെ 14, ഈ 3 വചനങ്ങളിൽ ഖുർആൻ പ്രതിപാദിച്ച ഒരു വിഷയമാണ് ഉമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. യഥാർത്ഥത്തിൽ ആ കാര്യം മറ്റ് ഏതൊരു മതസംഹിതക്കും അവകാശപ്പെടാൻ കഴിയാത്തവണ്ണം കൃത്യമായ ശാസ്ത്രീയ വെളിച്ചങ്ങളുടെ പോലും പിൻബലത്തോടുകൂടി പറഞ്ഞ ചില വിഷയങ്ങളാണ് മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ അതിനെപ്പോലും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയും ഖുർആനിനെ വിമർശിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ആ ആയത്തുകളിൽ പറയുന്നത് ഇപ്രകാരമാണ്: വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ റളഅ. സൂറത്തുൽ ബഖറയിലെ 233 വചനമാണ്. മാതാക്കൾ, സ്ത്രീകൾ, യുർദിഅന ഔലാദഹുന്ന, അവരുടെ മക്കൾക്കവർ മുലയൂട്ടണം, ഹൗലൈനി കാമിലൈൻ, 2 വർഷം മുഴുവനായി, പൂർണ്ണമായി. മറ്റൊരായത്തിൽ സൂറത്തു അഹ്ഖാഫിലെ 15 വചനത്തിലും
വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹൻ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. സൂറത്തുൽ ലുഖ്മാനിലും അപ്രകാരം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി അമൈൻ. 2 വർഷമാണ് മുലകുടി ബന്ധമുള്ളത്. 2 വർഷം എന്ന് പറയുമ്പോൾ മാസങ്ങളുടെ കണക്ക് പ്രകാരം 12 12 24 മാസം. സൂറത്തു അഹ്ഖാഫിലെ 15-ാമത്തെ വചനത്തിൽ ഈ വിഷയം പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞു വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. ആ കുട്ടിയെ ആ മാതാവ് ഗർഭം ധരിക്കുന്നതും ശേഷം മുലയൂട്ടുന്നതും കണക്ക് കൂട്ടിയാൽ 30 ശഹ്റ 30 മാസമാണ്. 30 മാസത്തിൽ 24 മാസം അത് മുലകുടി ബന്ധമാണെന്ന് മറ്റൊരായത്തിലും പറഞ്ഞിട്ടുണ്ട്. അഥവാ 2 വർഷം 24 മാസം. അപ്പോൾ ബാക്കി 6 മാസം, 30-ൽ ബാക്കി 6 മാസം മാത്രമേ ഒരു കുട്ടിയെ ഒരു മാതാവ് ഗർഭം ധരിക്കുന്നുള്ളൂ. അത് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനെതിരാണ് എന്ന് വാദിക്കുകയും ഖുർആൻ ശാസ്ത്രത്തിനെതിരാണെന്നും ഖുർആൻ നിരർത്ഥകതയാണ് വിളിച്ചോതുന്നത് എന്നും യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളെ സോഷ്യൽ മീഡിയകളിലൊക്കെ അത്തരത്തിലുള്ള വീഡിയോകളും ടെക്സ്റ്റുകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ഉന്നയിക്കുന്ന ആരോപണത്തിലെ വിഷയം സത്യമാണ്. ഖുർആൻ പറഞ്ഞത് തന്നെയാണത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നതും അതുപോലെ തന്നെ മുലയൂട്ടുന്നതും 30 മാസങ്ങളിലാണ്. മറ്റായത്തുകളിൽ പറഞ്ഞതുപോലെ 24 മാസം മുലയൂട്ടുന്നതും അങ്ങനെ വരുമ്പോൾ ബാക്കി 6 മാസം ഗർഭധാരണത്തിനും. ശരി തന്നെയാണത്. അതിലൊരു സ്ഖലിതവുമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന ആ കാലഘട്ടം മുതൽ അതിനു മുമ്പും ഗർഭിണികളാകുന്ന സ്ത്രീകൾ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടെ ജീവിച്ച ആളുകൾക്കൊക്കെ അത് സുവ്യക്തമായി അറിയുന്നതാണ്. ഒരു സ്ത്രീ സ്വാഭാവികമായി എത്ര മാസമാണ് ഗർഭം ധരിക്കുക, എത്രാമത്തെ മാസമാണ് പ്രസവിക്കുക എന്നത് കൃത്യമായും അറിയാവുന്ന വസ്തുതയാണ്. 9 മാസമാണ്. 9 മാസവും ആ നിലക്കുള്ള ദിവസവും 10 ദിവസം 10 മാസം എന്ന് പറയുന്നത് ആ 9 മാസവും പിന്നീടുള്ള ദിവസങ്ങളും 10 മാസം എന്ന് പറയുന്നല്ലേ ഉള്ളൂ. അപ്പം ഇത് സുവ്യക്തമായി അറിയുന്ന സംഗതിയാണ്. എന്നിട്ടും 6 മാസം എന്ന് പരിശുദ്ധ ഖുർആൻ ക്ലിപ്തപ്പെടുത്തി പറയാനുള്ള കാരണം എന്താണ്? അത് ഇന്ന് എന്നല്ല, എക്കാലഘട്ടത്തിലെയും ശാസ്ത്രം തെളിയിച്ച സംഗതിയാണ്. മിനിമം ഗർഭധാരണത്തെപ്പറ്റിയാണ്, അതിൻ്റെ സമയത്തെപ്പറ്റിയാണ്, കാലത്തെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 6 മാസം എന്നുള്ളത് ആധുനിക ശാസ്ത്രം, ഭ്രൂണശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശിശു ജീവന സാമർഥ്യം എന്ന ടേമിൽ അവർ പറയുന്ന ഫീറ്റൽ വയബിലിറ്റി എന്ന ആ നാമകരണത്തിൽ അവർ വിളിക്കുന്ന ആ ഒരു ശിശുജീവന സാമർഥ്യം, അഥവാ ഒരു കുഞ്ഞിന് മാതാവിൻ്റെ ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ജീവിക്കാൻ കഴിയുന്ന കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഗർഭകാലത്തെ ഭ്രൂണശാസ്ത്രജ്ഞന്മാർ 3 ത്രൈമാസിക യൂണിറ്റുകളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ട്രൈമസ്റ്റർ എന്ന ഒരു വേർഡിൽ 3 ത്രൈമാസങ്ങൾ എന്ന് പറയുമ്പോൾ 3 അങ്ങനെ 9 മാസം. അതിൽ കൃത്യമായും ശാസ്ത്രം പഠിപ്പിക്കുന്ന വൈദ്യശാസ്ത്രം, ഭ്രൂണശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ആദ്യത്തെ ത്രൈമാസം അഥവാ ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിലാണ് പ്രസവിക്കുന്നത് എങ്കിൽ ആ കുഞ്ഞിന് ജീവിക്കാൻ കഴിയില്ല. 2ാമത്തെ ത്രൈമാസം എന്നത് ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ രൂപാന്തരപ്പെടുകയും മറ്റുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ 2ാമത്തെ ത്രൈമാസം അവസാനിക്കുന്നത് 6 മാസങ്ങളിലാണ്. 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6ാം മാസത്തിൽ പ്രസവിക്കുന്ന കുഞ്ഞിന്, ആ കുഞ്ഞിന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും മെഡിക്കൽ എക്യുപ്മെൻസും ഇന്ന് ധാരാളം ഹോസ്പിറ്റലുകളിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. NICU യൂണിറ്റുകളും മറ്റുമൊക്കെ.
അപ്പോൾ ആ കുഞ്ഞ് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണത്. അതിനാണ് ഫീറ്റൽ വയബിലിറ്റി, ശിശുജീവന സാമർഥ്യം എന്ന് മെഡിക്കൽ ടേമിൽ ഭ്രൂണശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നതും. നമുക്ക് തന്നെ അറിയാം, അത്തരത്തിൽ പ്രീമെച്വർ ബേബീസ് ധാരാളം പ്രസവിക്കപ്പെടുന്ന കുട്ടികളെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ മക്കളിൽ ചില മക്കൾ അങ്ങനെയാകാം, 6-ാം മാസത്തിൽ, 7-ാം മാസത്തിൽ, 8-ാം മാസത്തിലൊക്കെ പ്രസവിക്കപ്പെട്ടേക്കാം. അപ്പോൾ 6 മാസം കഴിഞ്ഞ് അവസാനത്തെ ത്രൈമാസത്തിൽ ആ കുഞ്ഞിന് വേണ്ട പോഷകങ്ങളും ആ കുഞ്ഞിന് വേണ്ട മറ്റു എല്ലാ നിലക്കുള്ള വൈറ്റമിൻസുമൊക്കെ കിട്ടുകയാണ് എന്നാണ് ഭ്രൂണശാസ്ത്രജ്ഞന്മാർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. 24 മാസം ഒരു കുഞ്ഞിനെ മുലയൂട്ടും. അതിനു മുമ്പുള്ള 6 മാസം അത് ഗർഭധാരണത്തിൻ്റെ ഏറ്റവും മിനിമം കാലത്തെ സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ പ്രസവിക്കപ്പെട്ട് കുഞ്ഞിനെ ജീവിക്കുക എന്നുള്ള സാഹചര്യം, ശിശുജീവന സാമർഥ്യം, ഫീറ്റൽ വയബിലിറ്റിയും വളരെ കുറവാണ്. 20-30% ഉള്ളൂ എന്ന് മെഡിക്കൽ ടേമുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ, ആരോപണങ്ങൾ വാദിക്കുന്നവർ, അത് പ്രചരിപ്പിക്കുന്നവർ, അതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുകയും ഭ്രൂണശാസ്ത്രം പോലും എന്താണ് ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാതെയാണ് ഖുർആനിനോടുള്ള അന്ധത നിമിത്തം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത്. ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ വന്നതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ 6 മാസം കഴിഞ്ഞ ഉടനെ പ്രസവിച്ചു. അങ്ങനെ പ്രശ്നമായി. ഈ സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭധാരണം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൾ വ്യഭിചാരിയാണ്, അവളെ ശിക്ഷിക്കണം എന്നുള്ള നിലക്കൊക്കെ ആരോപണങ്ങളും മറ്റുമുണ്ടായി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ ആ കേസെത്തി. ഉമർ റളിയല്ലാഹു അൻഹു ആ കേസ് പഠിക്കാൻ വേണ്ടി തൻ്റെ ദർബാറിലുള്ള സ്വഹാബത്തിനെ വിളിച്ചു. ആ കൂട്ടത്തിൽ റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഈ ആയത്തിനെ ഉദ്ധരിച്ചിട്ടാണ്, ഈ 2-3 ആയത്തുകൾ ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് 6 മാസം മതി ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കാലയളവ് മിനിമം എന്ന് പറയുകയും ആ സ്ത്രീ കുറ്റക്കാരിയല്ല എന്ന് വിധിക്കുകയും ചെയ്തു എന്നൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനോടുള്ള അന്ധമായ വിരോധം ശാസ്ത്ര സത്യങ്ങളെപ്പോലും അവഗണിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമായ വസ്തുതയാണ്. ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിലേക്ക് മടങ്ങുകയും ഖുർആൻ പറഞ്ഞ സത്യങ്ങൾ ഉൾക്കൊള്ളുകയും ഇഹലോകത്തും പരലോകത്തും യഥാർത്ഥ വിജയികളാകുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.